മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ ജയിൽവാസത്തിന് ശേഷം ഹരി ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ജയിലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ കമലയ്ക്ക് മാത്രമാണ് ഹരിയോട് ആ പഴയൊരു സ്നേഹമുള്ളത്. മനു അവനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ജയിലിൽ നിന്നിറങ്ങിയത് എത്ര നാളത്തേക്കാണെന്ന് ആർക്കും അറിയില്ല. തിരിച്ച് ജയിലിൽ പോകണ്ട എന്നുണ്ടെങ്കിൽ നിനക്ക് മര്യാദയ്ക്ക് ജീവിക്കാം. നിന്നെ ജാമ്യത്തിന് വിട്ടയച്ചതാണ്. ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നീ ഇപ്പോൾ ജയിലിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. നിന്നെ കുറ്റവിമുക്തനാക്കിയതല്ല. അതൊരു കാര്യം നീ ഓർത്തോളണം. പഴയ നിൻ്റെ സ്വഭാവം ഇനിയും വെച്ച് പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആരും നിന്നെ സഹായിക്കാൻ വരില്ല. നീ എന്തിനാണ് ജയിലിൽ കിടന്നതെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം. ആ പാവപ്പെട്ട രോഹിത്തിനെ നീ പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ അവനെയും കൂടി ഈ ചതിയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് നിന്റെ മനസ്സ് എത്ര ക്രൂരനായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയും. ആ സ്വഭാവമൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ വീടിൻ്റെ പടി ചവിട്ടാൻ. ഇല്ല, ഇനിയും അത് തന്നെ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഒറ്റ അടിക്ക് ഞാൻ തീർത്ത് കളയും, ആരും അറിയാതെ തന്നെ. അതുകൊണ്ട് നിന്റെ ആ സ്വഭാവം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നീ നിന്റെ മുറിയിലേക്ക് കയറി പോവുക എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ ഹരി റൂമിലേക്ക് കയറി പോവുകയാണ്. അവൻ നോക്കുമ്പോൾ അവൻ്റെ റൂമൊക്കെ പഴയതുപോലെ തന്നെയുണ്ട്. കമല മനുവിനെ ആരെയും തന്നെ ആ റൂമിലേക്ക് കയറാൻ അനുവദിക്കില്ല. മനു പല പ്രാവശ്യം കമലയോട് പറഞ്ഞു, അവൻ്റെ സ്വഭാവം വളരെ മോശമായിട്ട് വരുന്നുണ്ട്. അവൻ്റെ റൂമിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണും. അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ മുറിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴും കമല അവനെ അതിനകത്തോട്ട് കയറാൻ അനുവദിക്കാറില്ല. അങ്ങനെ ഹരി അതിനകത്തോട്ട് കയറുന്ന സമയത്ത് അവൻ ഒരു പഴയ മെമ്മറി കാർഡ് നോക്കുന്നുണ്ട്. ഒരുപാട് തപ്പിത്തടയുന്നതിന് ശേഷം അവൻ ആ മെമ്മറി കാർഡ് കിട്ടി. അവൻ ആരും അറിയാതെ കതകിൻ്റെ ലോക്ക് അടച്ചതിന് ശേഷം ആ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് ശരണ്യയുടെ വീഡിയോ തന്നെയാണ്. അത് കണ്ട് അവൻ കുറേയൊക്കെ അങ്ങ് ആസ്വദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മനസ്സിലൊരു കുറ്റബോധവും തന്നെ ഇല്ലാതെ അവൻ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട്, എടീ, നീ എൻ്റെ കയ്യിൽ നിന്നും അന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇനി നിന്നെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ലടി. നീ എനിക്കുള്ളതാണ്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് നിൻ്റെ മരണം. അത് ഞാൻ ഉറപ്പിച്ചു. നീ കാരണം ഞാൻ എത്രയോ ദിവസം ജയിലിൽ കിടന്നു. അവന്മാരെ ചവിട്ടും തൊഴിയും എല്ലാം ഞാൻ കൊണ്ടു. ഇനി 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 എൻ്റെ കൈകൊണ്ട് നിൻ്റെ മരണം തന്നെയാണ്. നീ ഓർത്തു വെച്ചോ, നിന്നെ പഴയതുപോലെ ഞാൻ പിച്ചി ചീന്തും. അങ്ങനെ ശരണ്യയുടെ വീഡിയോയ്ക്ക് അവൻ പ്ലേ ചെയ്യിപ്പിച്ച് കാണുകയാണ്. ഇതിനിടയ്ക്ക് മനുശങ്കർ വീണ്ടും വന്ന് അവനെ ഡോർ തട്ടി വിളിക്കുന്നുണ്ട്. നീ എന്താ ഇതിനകത്ത് കയറി ചെയ്യുന്നത്? ഒരുപാട് നേരമായല്ലോ നീ റൂം അടച്ചിരിക്കുന്നത്. ഇനി പഴയതുപോലെ നിനക്കിവിടെ റൂം അടച്ചിരിക്കാനൊന്നും കഴിയില്ല. നീ പുറത്തോട്ടേക്ക് വന്നേ, എനിക്ക് നിന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്ന്. മനുവിൻ്റെ ഉള്ളിൽ യാതൊരു സഹതാപവും തന്നെ ശരണ്യയോടില്ല. അവൻ പുറത്തേക്ക് വന്ന് വളരെ നിഷ്കളങ്കനായിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ എന്നോട് ചോദിക്കാനുള്ളത്, എന്താ എന്നോട് പറയാനുള്ളത്? അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ഹരി. നിൻ്റെ ഈ അഭിനയമൊന്നും എന്നോട് വേണ്ട. നീ പാവത്തേനെ പോലെ നടക്കുന്നതെല്ലാം എനിക്കറിയാം. നിൻ്റെ ഉള്ളിൽ നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മായ്ച്ചു കളഞ്ഞേക്കും. നിന്നെ ഇനി ജയിലിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തിറക്കാൻ കഴിയാത്ത വിധം നിന്നെ ജയിലിലാക്കും. അതുകൊണ്ട് നിനക്ക് ഇനി നന്നാവാൻ ഒരവസരം തരാം. അത് നീ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് നല്ലത്. അല്ലാതെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഇനി നീ ജയിലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആരും തന്നെ വരില്ല ഹരി. അത് ഓർത്തു വെച്ചോ. ഇവിടെ നിന്നെ ഇപ്പോൾ തന്നെ നിൻ്റെ സപ്പോർട്ടിന് വേറെ ആരുണ്ടായിരുന്നടാ? നിൻ്റെ അമ്മയല്ലാതെ. അവർക്ക് പിന്നെ തെറ്റോ ശരിയോ ഒന്നും അറിയണ്ട. അവരുടെ മകനെ രക്ഷിച്ചാൽ മതി. ആ ഒരു ഉദ്ദേശം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങനെയല്ല. നീ നോക്കിക്കോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നടക്കുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം മനു പുറത്തേക്ക് പോവുകയാണ്. ഹരിയുടെ മനസ്സിലാകെ മനുവിനോടുള്ള ദേഷ്യവും ശരണ്യയോടുള്ള ദേഷ്യവും, അതുപോലെ അവൻ ഇത്രയും നാളും ജയിലിൽ കിടന്ന് അനുഭവിച്ചതെല്ലാം ഇങ്ങനെ തന്നെ ആലോചിച്ച് അവനിങ്ങനെ ദേഷ്യം വന്നിരിക്കുകയാണ്. അവൻ്റെ കണ്ണൊക്കെ ആകെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹരി വിചാരിക്കുന്നുണ്ട്, ശരണ്യയെ എങ്ങനെയെങ്കിലും പഴയ സ്ഥലത്ത് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ഹരി, നീ പുറത്തിറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ ഹരി പറയുകയാണ്, എടാ, നമുക്കൊന്നുകൂടെ കൂടണ്ടേ? എന്താടാ നീ പറയുന്നത്? നിനക്ക് കിട്ടിയതൊന്നും പോരെ? മിണ്ടാണ്ടിരിക്കടാ. നമുക്ക് ആ ശരണ്യയെ തന്നെ കൊണ്ടുവരാം പഴയ സ്ഥലത്ത്. എനിക്കവളെ ഒന്നുകൂടെ ആസ്വദിക്കണോടാ. അവൾ എനിക്കിട്ട് തന്ന പണി അതെനിക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ കൈ കൊണ്ട് അവൾ ആസ്വദിച്ചിട്ട് അവളും
കൊല്ലണം. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ നീ എന്താടാ പറയുന്നത്, നിനക്ക് കിട്ടിയതൊന്നും പോരെ ഹരി, ഇനിയെങ്കിലും നീ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക, നിൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് നീ മാറ്റാനായിട്ട് ശ്രമിക്കുക, അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും നീ ചെയ്യരുത്, അതൊക്കെ മറന്നു കളയടാ, ഇനി മോശപ്പെട്ട രീതിയിലേക്ക് നീ പോകരുത് എന്ന് പറഞ്ഞ് അവനെ ഉപദേശിക്കാൻ വേണ്ടി ഒരുപാട് അവൻ്റെ ഫ്രണ്ട്സ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഹരിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവനെ ജയിലിലാക്കിയ ആ ശരണ്യെ എങ്ങനെയെങ്കിലും കൊന്നുകളയണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ തീരുമാനിക്കുകയാണ് ശരണ്യയെ കാണാൻ പോവാമെന്ന്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ശരണ്യയുടെ വീടിൻ്റെ മുന്നിലൂടെ ഹരി വണ്ടി ഓടിച്ച് 2-3 പ്രാവശ്യം പോകുന്നുണ്ടായിരുന്നു. ശരണ്യ ആ സമയത്ത് പുറത്തെന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ശരണ്യ ഹരിയെ കാണുന്നില്ല. ഹരി ശരണ്യയെ കാണുമ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവക്ക് യാതൊരു കുഴപ്പവുമില്ലല്ലോ, അന്ന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് അവൾ ചാകാറായെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഒരു കൂസലും ഇല്ലാത്ത പോലെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇനിയും ഞാൻ വിളിച്ചാൽ അവൾ വരും, അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല, അവൾക്കെന്തോ മാനസിക സമ്മർദ്ദമാണെന്നോ അങ്ങനെ എന്തോ അവൾ വീട്ടിനകത്താണെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, ഇപ്പോൾ അവൾക്ക് യാതൊരു കൂസലും ഇല്ല, ഇതൊക്കെ ഒരു 4-5 ദിവസത്തേക്ക് മാത്രം എന്നിങ്ങനെ കരുതിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോകുമ്പോൾ ശരണ്യയുടെ അമ്മ വീട്ടിൻ്റെ വെളിയിലേക്ക് വരുന്നുണ്ട്. അവരുടെ കയ്യിലൊരു ഫോണുണ്ട്. അവർ ഓടിച്ചെന്ന് ഫോണ് ശരണ്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അലീനയാണ് വിളിക്കുന്നത് എന്ന്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, അലീന ചേച്ചി എന്തുണ്ട് വിശേഷം, ചേച്ചി അവിടെ പോയിട്ട് സുഖമാണോ, എല്ലാവരും എന്ത് ചെയ്യുന്നു ചേച്ചി, അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അലീനയോട് ശരണ്യ സംസാരിക്കുന്നത്. അലീന പറയുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു മോളെ, നിനക്ക് സുഖമല്ലേ, അമ്മയച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ, നീ പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അലീനയും സ്നേഹത്തോടു കൂടി ശരണ്യയോട് സംസാരിക്കുന്നുണ്ട്. ദൂരെ മറഞ്ഞു നിന്ന് ഹരിശങ്കർ അവരുടെ സംഭാഷണമെല്ലാം കേൾക്കുന്നുണ്ട്. അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ അപ്പോൾ അലീനയാണ് അവളുടെ ഇപ്പോഴത്തെ ഗാർഡിയൻ. അലീന പറയുന്നത് പോലെ അവൾ കേൾക്കും, അല്ലെങ്കിലും ആരോ പറഞ്ഞു അവൾ അന്നത്തെ സ്ഥിതിയിൽ നിന്ന് ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുത്തത് അലീനയാണെന്ന്. ഇന്നത്തെ കാണുന്ന ശരണ്യയിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന അവളെ, അവളുടെ കഴിവ് ഒരു അപാരം തന്നെ. എങ്കിലും ആ ശരണ്യ അവളിപ്പോൾ കുറേ കൂടെ ഭംഗിയായിട്ടുണ്ട്, എനിക്ക് അവളെ തന്നെ കിട്ടണം. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഹരി തിരിച്ചു പോകുന്നുണ്ട്. അവൻ 2-3 ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെ ശരണ്യയെ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാമെന്ന്. അവൻ വിളിച്ചാൽ ശരണ്യ ഒരിക്കലും വരില്ല എന്ന് അവനറിയാം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയോ മാർഗങ്ങൾ അവൻ ആലോചിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്, എടാ ശരണ്യയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, അന്നത്തെ പോലെ എന്തെങ്കിലും ബർത്ത്ഡേ എന്ന് പറഞ്ഞാലോ. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എടാ നിനക്ക് എന്താടാ പ്രാന്താണോ, ജയിലിൽ കിടന്ന് അവന്മാരുടെ തൊഴിയെല്ലാം കൊണ്ടിട്ട് പോലും നിനക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോടാ, ഞാൻ വിചാരിച്ചത് നീ ഒരു നല്ല മനുഷ്യനായിട്ട് ജയിലിൽ നിന്നും തിരിച്ചു വരുമെന്നാ. ഒന്ന് മിണ്ടാതിരിക്കടാ, അതൊക്കെ കഴിഞ്ഞില്ലേ, എനിക്കവളെ വേണോടാ, എന്താ ഒരു മാർഗമെന്ന് നിനക്കൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ, അവളെ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ കൊണ്ടുവരണം, ഞാൻ വിളിച്ചാൽ അവളെ വരില്ല, ഇനി ആരെങ്കിലും ഇട്ട് വിളിപ്പിച്ചാലോ, അല്ലെങ്കിൽ അവളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വിളിച്ചാലോ. അപ്പോൾ ഫ്രണ്ട്സ് പറയാണ്, എടാ നിന്നെ കാണുന്നത് തന്നെ അവൾക്ക് ദേഷ്യമാണ്, അവൾ നിന്നെ കൊന്നുകളയും, അതുകൊണ്ട് നീ മര്യാദയ്ക്കിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ നിനക്കൊന്നും വയ്യാന്നുണ്ടെങ്കിൽ നീയൊക്കെ മിണ്ടാണ്ടിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും നടത്തിക്കോളാം, അപ്പോൾ നീയൊക്കെ പങ്ക് പറ്റാൻ വന്നേക്കരുത് കേട്ടോ. അങ്ങനെ ഹരി തിരിച്ച് വീട്ടിലേക്ക് പോയി അന്ന് രാത്രി ഫുള്ളും ആലോചിക്കുകയാണ് എങ്ങനെ ശരണ്യയെ തൻ്റെ അടുത്തേക്ക് എത്തിക്കാമെന്നുള്ള കാര്യം. അങ്ങനെ അവൻ അവസാനം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അലീന അവളാണ് എൻ്റെ തുറുപ്പ് ചീട്ട്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞ് ആരെ കൊണ്ടെങ്കിലും വെളുപ്പിക്കാം, എങ്കിൽ അവളും ഞാൻ പറയുന്ന സ്ഥലത്ത് വരും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ അവനിങ്ങനെ ചിന്തിക്കുകയാണ് ആരെ കൊണ്ട് വിളിപ്പിക്കുമെന്ന്. പലരോടും പല ഫ്രണ്ട്സിനോടും അവൻ ചോദിച്ചെങ്കിലും അവരൊന്നും അവനെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം അവൻ തന്നെ പറയുകയാണ്, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും അവളെ വിളിച്ചോളാടാ, നീയൊക്കെ നോക്കിക്കോ എന്ന്. അങ്ങനെ അവസാനം ഹരി മറ്റൊരു പെണ്ണിൻ്റെ ശബ്ദത്തിൽ ശരണ്യയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ശരണ്യയുടെ ഫോൺ നമ്പർ മാറിയതുകൊണ്ട് അവളെ കിട്ടുന്നില്ല. ആ സമയത്ത് അവർ സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ ശരണ്യ അവളുടെ അമ്മയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹരിയുടെ കയ്യിൽ അവളുടെ അമ്മയുടെ നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കുകയാണ്. അതിലേക്ക് വിളിക്കുമ്പോൾ അവളുടെ അമ്മ ഫോൺ എടുത്തതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ആരാ? അപ്പോൾ ഹരി പറയാണ്,
ആൻറ്റി, ഞാൻ അലീനയുടെ ഫ്രണ്ടാണ്. അലീന ചേച്ചിക്ക് സുഖമില്ല. അലീന ചേച്ചി ഹോസ്പിറ്റലിലാണ്, പനിയാണ്. അലീന ചേച്ചിയാണ് എനിക്ക് ഈ ഒരു നമ്പർ തന്നത്. എന്നിട്ട് പറഞ്ഞു ഞാനിതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഈ കുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറയണമെന്ന്. അങ്ങനെ വിളിച്ചതായിരുന്നു. അങ്ങനെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ മോനെ, ഞാൻ ശരണ്യയെ വിളിക്കാമെന്ന്. മുറ്റത്ത് നിൽക്കുന്ന ശരണ്യയുടെ അടുത്തേക്ക് അമ്മ ഫോൺ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അലീനയുടെ ഫ്രണ്ടാണത്രേ, അലീനയ്ക്ക് സുഖമില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവൾ ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നുണ്ട്. അയ്യോ, അലീന ചേച്ചിക്ക് എന്താ പറ്റിയത്? അലീന ചേച്ചി ഇന്നലെയും കൂടെ എന്നെ വിളിച്ചതാണല്ലോ, ഇതാരാ സംസാരിക്കുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ അലീനയുടെ ഫ്രണ്ടാണ്, എനിക്ക് അലീനയാണ് നമ്പർ തന്നത്, ശരണ്യയെ വിളിച്ച് ഈ കാര്യമൊന്ന് പറയണമെന്ന്. എവിടെയാ അലീന ചേച്ചി കിടക്കുന്നത്? ഏത് ഹോസ്പിറ്റലാണ്? അപ്പോൾ ഹരി പറയുന്നുണ്ട്, അത് ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ്, ഇയാൾ റെഡിയായിട്ട് നിന്നാൽ മതി, ഞങ്ങൾ വണ്ടി വിടാം, ആ വണ്ടിയിൽ കയറി വന്നാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ ശരണ്യ പറയുന്നുണ്ട്, ശരി ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ സംസാരത്തിൽ എന്തോ പന്തികേട് അവളുടെ അമ്മയ്ക്ക് തോന്നിയിരുന്നു. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ ഒറ്റയ്ക്ക് പോണോ, അമ്മയും കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എന്തിനാ അമ്മേ, അലീന ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് വിളിച്ചതല്ലേ, അതിലിപ്പോൾ എന്ത് സംശയിക്കാനാ? അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, എന്നാലും മോളെ എനിക്കെന്തോ ഒരു പന്തികേട് പോലെ, അമ്മയും കൂടെ വരട്ടെ നിന്നോട്. അപ്പോൾ ആദ്യം ശരണ്യ പറയണ, ശരി അമ്മേ, എങ്കിൽ പിന്നെ അമ്മയും കൂടെ വന്നേ. പിന്നെ അവളുടെ അച്ഛൻ മാത്രമാണ് വീട്ടിൽ ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, വേണ്ടമ്മേ, അച്ഛന് ഒന്നാമത് സുഖമില്ല, അപ്പം അമ്മയും കൂടെ എൻ്റെ കൂടെ വന്നാൽ എന്തെങ്കിലും പെട്ടെന്ന് അച്ഛൻ ആവശ്യം വന്നാൽ എന്ത് ചെയ്യാനാ? അവനും ഇവിടെ ഇല്ലല്ലോ, അവനെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അമ്മയും കൂടെ എൻ്റെ കൂടെ വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ വേണ്ടമ്മേ, വേറൊന്നും പേടിക്കാനില്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരില്ലേ? അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ശരണ്യയുടെ അമ്മയും സമ്മതിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശരണ്യ റെഡിയായി വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. അതിനകത്ത് കയറ്റി കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ ശരണ്യയ്ക്ക് എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. വണ്ടി നിർത്തിക്കേ, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഹരി തിരിഞ്ഞു നോക്കുന്നത്. ഹരിയെ കാണുമ്പോൾ ശരണ്യ അങ്ങ് വല്ലാതെ അമ്പരന്ന് പേടിച്ചിരിക്കുകയാണ്. എടാ ദുഷ്ട, നീയായിരുന്നോ? എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടടാ, നിന്നെ എനിക്ക് കൊല്ലണം എന്നൊക്കെ അലറി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഹരി എന്തോ ഒരു സാധനം എടുത്ത് അവളുടെ മൂക്കിൽ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ അവൾ ബോധം കെട്ട് പോവാണ്. അങ്ങനെ അവൾ ആ പഴയ വീട്ടിലേക്ക് ഹരി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവളെ പിച്ച് ചീന്തിയതിന് ശേഷം ഹരി പറയുന്നുണ്ട്, ഹെടി, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളടി ഈ ഹരിയുടെ മുന്നിൽ. നീ എന്താ കരുതിയത്? നിന്നെ ഞാൻ വെറുതെ വിടുമെന്നോ? ജയിലിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പാവത്താനായി മാറുമെന്നോ? ഇല്ല, എൻ്റെ മനസ്സിലെ പക മുഴുവനും നിന്നെ ഇതുപോലെ കാണാനായിരുന്നു. നിന്നെ കൊല്ലാൻ, നിന്നെ ആസ്വദിച്ചതിന് ശേഷം നിന്നെ കൊല്ലണമടി. അതെൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ചെയ്യണമായിരുന്നു. നീ ശരണ്യ, എന്താടി നീ വിചാരിച്ചത്? നിൻ്റെ അലീന ചേച്ചി നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് നീ വിചാരിച്ചോ? അലീന, അവളുടെ പേര് പറഞ്ഞ് തന്നെ നിന്നെ ഞാൻ ചതിച്ചടി. എനിക്കറിയാം അലീന എന്ന് പറഞ്ഞാൽ നീ എവിടെയും വരുമെന്ന്. അവളല്ലേ ഇപ്പോൾ നിൻ്റെ ദൈവം. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എന്നോട് ചതി ചെയ്തവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ശരണ്യ പോയിട്ട് ഒരുപാട് നേരമായിട്ടും അവളുടെ വിവരമൊന്നും ഇല്ലാതാവുമ്പോൾ എന്തോ പേടിച്ച് അലീനയുടെ ഫോണിലേക്ക് ശരണ്യയുടെ അമ്മ വിളിക്കുന്നുണ്ട്. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ വിളിക്കുമ്പോൾ അലീന ഫോൺ എടുക്കുന്നില്ല. അവളെന്തോ തിരക്കിൽ നിൽക്കുന്നതായിരിക്കും. ആ സമയത്ത് ശരണ്യയുടെ അമ്മ വിചാരിക്കുന്നുണ്ട്, ഓ, അലീനയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഫോൺ എടുക്കാഞ്ഞതായിരിക്കും, ചിലപ്പോൾ വലിയ ക്ഷീണം കാണുമായിരിക്കും. അങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും അലീന തിരിച്ച് ശരണ്യയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ആൻറ്റി, എന്നെ വിളിച്ചിരുന്നോ? ഞാൻ പുറത്തായിരുന്നു കേട്ടോ, കേട്ടില്ല. ശരണ്യ എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, മോളെ എന്താ നീ പറയുന്നത്? ശരണ്യ എവിടെ വന്നില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ ആൻറ്റി, ശരണ്യ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞോ? മോളെ, രാവിലെ ഒരാൾ ഫോൺ ചെയ്തിരുന്നു, നിനക്ക് സുഖമില്ല, എത്രയും പെട്ടെന്ന് നിൻ്റെ അടുത്തേക്ക് വരണം, നീയാണ് ഫോൺ നമ്പർ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അലീന ഇത് കേൾക്കുമ്പോൾ വല്ലാതെ ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ ആൻറ്റി ഈ പറയുന്നത്? എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞോ? ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞോ? ഇല്ല ആൻറ്റി, ഇതിലെന്തോ ചതിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ ശരണ്യയുടെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ്
അവർ പറയുന്നുണ്ട്, മോളെ ഞാൻ എന്താ ചെയ്യുക മോളെ, എനിക്കറിയില്ല അവൾ എങ്ങോട്ടാ പോയത്. അവളുടെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നുമില്ല. എനിക്കെന്തോ പേടിയാവുന്നു മോളെ. അപ്പോൾ അലീനയ്ക്കും വല്ലാതെ പേടിയാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം, നമുക്കൊന്നും വരില്ല ആൻറ്റി, പേടിക്കാതെ, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അലീന പെട്ടെന്ന് മനുശങ്കറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുകയാണ്, എന്താ അലീന എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ്, മനുവേട്ട ശരണ്യയെ കാണാനില്ല ആരോ ഫോൺ ചെയ്തു അത്രേ, എനിക്ക് സുഖമില്ല, ഞാൻ നമ്പർ കൊടുത്തു, എൻ്റെ അടുത്തേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലെന്തോ ചതിയുണ്ട് മനുവേട്ട, എനിക്കെന്തോ പേടിയാവുന്നു. മനുവേട്ടൻ ഹരിയെ കണ്ടിരുന്നോ, ഹരി വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഹരിയെ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു, അവനോട് ഞാൻ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിരുന്നു, എനിക്കറിയില്ല അവനിപ്പോൾ വീട്ടിലുണ്ടോ എന്ന്. അങ്ങനെ അവൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഹരി വീട്ടിലില്ല. കമലയോട് ചോദിക്കുന്നുണ്ട്, ഹരി എങ്ങോട്ടേക്കാണ് പോയതെന്ന്. അപ്പോൾ കമല പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല അവനെ, അവൻ റൂമിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയാണ്, അവൻ റൂമിലൊന്നും ഇല്ല, ശരണ്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് അലീന ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരണ്യയെ കാണാനില്ല എന്ന്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ മകൻ ഇനി പുറം ലോകം കാണില്ല. നീ എന്താടാ അവനെ കുറ്റപ്പെടുത്തുന്നത്? അവനിപ്പോൾ വന്ന് കയറിയല്ലേ ഉള്ളൂ, അവൻ ഇനി എന്ത് ചെയ്യാനാ? ചുമ്മാ ആവശ്യമില്ലാതെ അവന് കുറ്റപ്പെടുത്തരുതേ മനു. എല്ലാ കാര്യത്തിലും നിനക്കല്ലെങ്കിലും അവനൊരു കുറ്റപ്പെടുത്തലുണ്ട്. അവൻ എവിടെയെങ്കിലും ചെന്ന് കിടക്കുന്നുണ്ടാവും, നീ നിൻ്റെ നാവും വെച്ചൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അലീന പെട്ടെന്ന് തന്നെ ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവരോട് സംസാരിച്ച് ശരണ്യയുടെ അമ്മയെ സമാധാനപ്പെടുത്തി ഇരിക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ മുഖഛായയുള്ള ഒരു പെൺകുട്ടി റെയിൽവേ ക്രോസിൽ കിടക്കുന്നതായിട്ട് ഒരു അറിവ് കിട്ടി, അതാണോ എന്നൊന്ന് സ്ഥിരീകരിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ ശരണ്യയുടെ അമ്മ അലറി വിളിച്ച് കരയുന്നുണ്ട്. അയ്യോ എൻ്റെ മോളെ എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി, എന്താ ഇപ്പോൾ പറഞ്ഞത്, ആരാ വിളിച്ചത്? അത് മോളെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശരണ്യയുടെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ റെയിൽവേ ക്രോസിൽ കണ്ടു എന്ന്. എനിക്കറിയില്ല മോളെ, എൻ്റെ കൈകാലുകളൊക്കെ വിറയ്ക്കുന്നു, ഇപ്പം എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്ന് സമാധാനപ്പെടമേ, ശരണ്യൊന്നും ആയിരിക്കില്ല, അവളിപ്പോൾ ഇങ്ങ് വരും എന്ന് പറഞ്ഞ് അവൾ മനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ മനുവും അലീനയുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവൾ കാണുന്നത് ശരണ്യ മരിച്ചു കിടക്കുന്നതാണ്. ഓടിച്ചെന്ന് അവിടെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയാണ് അലീന. എന്താ മോളെ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചിട്ട്. അവളുടെ മുഖത്തൊക്കെ നോക്കുന്ന സമയത്ത് സിഗരറ്റിൻ്റെ കുറ്റികൾ വെച്ച് അവളുടെ മുഖമെല്ലാം പൊള്ളിച്ചിരിക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി, ഇത് ഹരി ചെയ്തത് തന്നെയാണ്, അവൻ തന്നെയാണ് ശരണ്യയെ കൊന്നുകളഞ്ഞത് എന്ന്. എൻ്റെ മോളെ, നിനക്കിങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാണ് അലീന. അങ്ങനെ ശരണ്യ മരിക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.